ഹലോ ഫ്രണ്ട്സ്, യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മോളുടെ ഋതുമതി ചടങ്ങാണ്. പല നാട്ടിലും പല രീതിയിലാണ് ചടങ്ങ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലും പല രീതിയിലായിരിക്കും ചടങ്ങ് നടത്തുന്നത്. നമ്മൾക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ പലതും കാണും, എങ്കിലും നമ്മൾക്കറിയുന്ന രീതിയിലാണ് നമ്മൾ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മോളുടെ ചടങ്ങ് ഇതേ രീതിയിൽ നടത്തണമെന്നുള്ളത്. മൂത്ത മോളുടെ ചടങ്ങ് കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലാണ് നമ്മൾ ചടങ്ങുകളെല്ലാം നടത്തിയത്. അപ്പോൾ ഈ ചടങ്ങ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ പോറ്റിയുടെ അടുത്ത് പോയി ദിവസം കുറിച്ച് സമയമൊക്കെ കുറിച്ചതിന് ശേഷമാണ് കുറിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് നടത്തുന്നത്. ആദ്യം രാവിലെ ഇരുന്ന് ഇതിൻ്റെ സമയം. അപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ നാത്തൂനാണ് ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പം എൻ്റെ സഹോദരങ്ങളുടെ 2 മക്കളും കൂടി കൈ പിടിച്ച് കൊണ്ടുവന്ന് കസേര ഇരുത്തിയതിന് ശേഷം കഴുത്തിൽ ഹാരം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിനുശേഷം ആദ്യം തന്നെ നാത്തൂനാണ് ആദ്യം തലയിൽ എണ്ണ വയ്ക്കുന്നത്. എണ്ണ വച്ചതിന് ശേഷമാണ് മറ്റുള്ളവരെല്ലാവരും എണ്ണ വയ്ക്കുന്നത്. എണ്ണ വച്ചതിന് ശേഷം പിന്നെ മഞ്ഞളാണ് തേച്ച് കൊടുക്കുന്നത്. മഞ്ഞൾ എല്ലാവരും ഇതേപോലെ മഞ്ഞളെല്ലാവരും ഓരോരുത്തരായിട്ട് കയ്യിലും കാലിലും മുഖത്തുമൊക്കെ തേച്ച് കൊടുക്കും. തേച്ച് കൊടുത്തതിന് ശേഷമാണ് അടുത്ത പുണ്യാഹ വെള്ളമാണ് കുടഞ്ഞു കൊടുക്കുന്നത്. പുണ്യാഹ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അമ്പലത്തിൽ ചടങ്ങ് കഴിയണമെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരും തന്നെ അമ്പലത്തിൽ പോകില്ല. ബന്ധുക്കളോ മറ്റുള്ള ആരെങ്കിലുമാണ് പുണ്യാഹ വെള്ളം വാങ്ങിച്ചു കൊണ്ട് തരുന്നത്. പുണ്യാഹ വെള്ളം കുടഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇതേപോലെ പുണ്യാഹ വെള്ളം കുടഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മഞ്ഞവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ചടങ്ങ് ഫുള്ള് വരും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അതിനുശേഷം പാലൊഴിച്ച് മഞ്ഞവെള്ളം ഒഴിച്ച് സാദാ വെള്ളം ഒഴിച്ചതിന് ശേഷം കുളിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കുളിപ്പിച്ച് കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ തട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിലോ എന്തെങ്കിലും നമ്മൾ ഇടേണ്ട ഡ്രസ്സും പൂവും എല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ കൈ കൊടുത്ത് വലതുകൈയിൽ വെച്ച് വീട്ടിലേക്ക് കയറുകയാണ് ചെയ്യണം. അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യണം. ഒരുക്കി കൊടുത്തതിന് ശേഷം നാത്തൂന്മാർ 2 പേരും കൈ പിടിച്ച് വിളക്കിൻ്റെ തുമ്പ കൊണ്ടിരുത്തിയതിന് ശേഷമാണ് ബാക്കി ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നാത്തൂനാണ് അവളാണ് വായിൽ മധുരം വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ബാക്കി എല്ലാവരും കൊടുക്കുന്നത്. എൻ്റെ മോള് പിന്നെ കൊടുത്ത്, അതിന് ശേഷം ചേട്ടൻ കൊടുത്ത്, ഞാൻ കൊടുത്ത്, പിന്നെ വല്യമ്മമാരെല്ലാവരും കൊടുത്ത്, അതേപോലെ തന്നെ ചേട്ടൻ്റെ ചിറ്റപ്പൻ കൊടുത്ത്, ചേച്ചി കൊടുത്ത്, അങ്ങനെ ഓരോരുത്തരായിട്ട് മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അതേപോലെ തന്നെ ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ചേട്ടൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ആ കൊച്ചു കൊടുത്ത്, അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് മധുരം ഇനിയും കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാവരും ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മടുപ്പുണ്ടാകത്തില്ലേ. അപ്പോൾ എന്തായാലും ചടങ്ങായതുകൊണ്ട് എല്ലാവരും കൊടുക്കണമെന്നുള്ളത് കൊണ്ട് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മധുരങ്ങളെല്ലാം കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. ഗിഫ്റ്റ് ആദ്യം തന്നെ കൊടുക്കുന്നത് ചേട്ടനാണ്. കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുന്നത്. മാല ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ബാക്കി എല്ലാവരും ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുന്നത്. ഗിഫ്റ്റ് ചേട്ടൻ കൊടുത്തതിന് ശേഷം പിന്നെ വല്യമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മ കാതിൽ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. വല്യമ്മ മോതിരമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതേപോലെ എൻ്റെ സഹോദരൻ്റെ വൈഫ് കൊടുക്കുന്നുണ്ട്, സ്വർണം കൊടുക്കുന്നുണ്ട്. കയ്യിലാണ് കൊടുത്തത് അവൾ. അങ്ങനെ അതേപോലെ തന്നെ ബാക്കി എല്ലാ ബന്ധുക്കളും ഒരുപാട് ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൈസയായിട്ടും അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. കൊടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം സദ്യയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് നല്ല രീതിയിൽ എൻ്റെ മോളുടെ ചടങ്ങ് നടത്താൻ പറ്റിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.